ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇസ്താംബുളിലെ സെക്കൻഡ് ഡേ ആണ്. ആക്ച്വലി ഫസ്റ്റ് തന്നെ ഞങ്ങൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരു 11-11:30 അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ അവിടുത്തെ ഫുഡ് മാർക്കറ്റിലേട്ടാണ് വന്നത്. അവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഞങ്ങൾക്കൊരു പേപ്പർ വന്നായിരുന്നു, അതിൻ്റെ മേളിലായി ഫുഡ് ഇരിക്കുന്നത്. ആക്ച്വലി ആ ഫുഡ് ഇപ്പോൾ ഞങ്ങൾ ആ കടയുടെ ഷോപ്പിൻ്റെ പേര് ഞാൻ കാണിക്കുന്നുണ്ട്. നൈസ് ഫുഡായിരുന്നു അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലാമ്പിൻ്റെ ഒരു ഡിഷും വേറൊരു ചിക്കൻ വിങ്സുമാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അടിപൊളി ഫുഡായിരുന്നു, ഭയങ്കര എമ്മി ടേസ്റ്റായിരുന്നു. എന്താ പറയുക, റിയൽ മീറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഇല്ലേ, സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള, അത് ആക്ച്വലി നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ഫുഡിൻ്റെ ആ ഒരു പ്ലേസിൽ കൂടി കുറേ നടന്നു. മീൻസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി. ഈ കാണുന്ന ആക്ച്വലി ഞാൻ വിചാരിച്ച പേസ്ട്രീസ് ആണെന്നാണ്, ബട്ട് ഇറ്റ് വാസ് റിയലി സോപ്പ്. ആ സോപ്പെന്ന് എഴുതി വെച്ചത് കണ്ടപ്പോഴാണ് അത് സോപ്പാണെന്ന് എനിക്ക് മനസ്സിലായത്. ദെൻ ഇതൊരു ബസാറാണ്. ആക്ച്വലി ഇറ്റ്സ് എ ഷോപ്പിംഗ് പ്ലേസ്. നമ്മളിവിടെ നിന്നും വാങ്ങിയില്ല. ഇവിടെ മെയിൻലി അവർ ചെയ്യുന്നത് പോൾട്രി ആൻഡ് കാർപ്പറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കണ്ടു. അതിനുശേഷം നൈസായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ളൊരു ഗാർഡനിലേക്ക് വോക്ക് ചെയ്തു. ഇത് ആക്ച്വലി നല്ലതായിരുന്നു. കാരണം അടുത്ത പേത്തന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒത്തിരി ഹീറ്റ്, ചൂട് കൂടുതലായിരുന്നു. സോ കുറച്ച് നേരം ഗാർഡനിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് വോക്ക് ചെയ്യുകയാണ് ചെയ്തത്. കുറച്ച് നേരം വോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേസിലെത്തി. ഇത് ബ്ലൂ മോസ്കാണ്. മുകളിലെന്തോ പണി നടക്കുമായിരുന്നു, ബട്ട് നമുക്ക് അതിൽ എൻ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ ഡ്രസ് കോഡുണ്ട്. പ്രോപ്പർലി ഡ്രസ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഗെറ്റ് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ബ്ലൂ മോസ്കിൽ നിന്ന് നേരെ ഹാജി സോഫിയ ആ ഒരു മോസ്ക് കാണാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ ട്രാം എടുത്തിട്ടാണ് പോയത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രാമിൽ കയറുന്നത്. ഇറ്റ് വാസ് വെൽ ഗുഡ്. മോസ്റ്റ്ലി പബ്ലിക് ചീപ്പായിട്ട് യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് അവിടെ ട്രാം. അതിന് ശേഷം ഞാൻ പറഞ്ഞ ഹാജി സോഫിയ എന്ന് പറയുന്ന ഒരു മോസ്കിനടുത്ത് പോയി. ഇതാണ് ആ മോസ്ക്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. ആക്ച്വലി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് പോയത്, പക്ഷേ ഞങ്ങളുടെ അടുത്തേക്കും ഫൗണ്ടെയിനിലെ വെള്ളം നിൽക്കുകയാണ് ചെയ്തത്. ഇതാണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ്ക്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോസും വീഡിയോസും നമുക്ക് കുറേ അടുത്തൊന്നും അലൗഡല്ല, അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും. അതിനുശേഷം ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. അതിൻ്റെ ആർക്കിടെക്ചർ ഇറ്റ്സ് റിയലി ഗുഡ്. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നല്ല ചൂടായിരുന്നു. അവിടെ കൂടിയൊക്കെ നടന്നു. അപ്പോൾ ഒരു ചേച്ചി ഇവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അത് റിയലി നൈസായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടി കയറിയതാണ്. ആക്ച്വലി ഇറ്റ് വാസ് എ സിമെട്രി കൈൻഡ് ഓഫ് സംതിങ്. അതിനുശേഷം വൈകിട്ട് നൈസായിട്ടൊരു ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് റിയലി ഗുഡ്. ഇറ്റ്സ് 1 or 2 hour ബോട്ട് റൈഡായിരുന്നു. അത് നല്ല രസമായിരുന്നു. കാണുന്ന ഒരു പാലസാണ്, ബിഗ് പാലസ് ആക്ച്വലി. ഇസ്താംബുളിൽ മെയിനായിട്ട് കുറേ പാലസസാണുള്ളത്. ഇതും വൺ ഓഫ് ദ പാലസ് ആയിരുന്നു. ഇതൊക്കെയാണ് മെയിൻ അട്രാക്ഷൻസ് അവിടുത്തെ. ദെൻ രാത്രിത്തെ ഈ ഒരു വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു. ആക്ച്വലി റിയലി ക്രൗഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. ദെൻ നമ്മൾ അറ്റ് ലാസ്റ്റ് ഇസ്താംബുളിനോട് പോയി പറഞ്ഞ് കപ്പഡോക്കിയൊക്കെ ഫ്ലൈറ്റ് കയറി.